ഒരു 3 മന്ത് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ജോബിന് വേണ്ടി കിട്ടുകയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു ജോബ് കിട്ടാൻ സാധിച്ചു. പെട്ടെന്നൊരു ജോലി എന്നുള്ളൊരു ഇതിലായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ കണ്ട് മെഡിക്കൽ കോഡിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു. മെഡിക്കൽ കോഡിംഗ് നോക്കുകയാണെങ്കിൽ കാർഡിയോ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തന്നെയാണ് ഞാൻ പറയുള്ളൂ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച്. ഹായ് എവരി വൺ. ഇപ്പോൾ നമ്മൾ പാലക്കാട് കാർഡിൽ വെച്ചിട്ട് 2025 സെക്കൻഡ് ഡ്രൈവ് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. S2M ചെന്നൈ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഡ്രൈവാണ് ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഇതിൽ നമുക്ക് രണ്ടാമതൊരു അച്ചീവ്മെൻറ്റിലോട്ടാണ് നമ്മൾ മൂവ് ചെയ്തിട്ടുള്ളത്. 32 സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്തതിൽ 32 സ്റ്റുഡൻസും ഇപ്പോൾ ആ കമ്പനിയിൽ പ്ലേസ്ഡ് ആയിരിക്കുകയാണ്. സോ നമുക്ക് സ്റ്റുഡൻസിൻ്റെ ഒരു റിവ്യൂ സെഷനിലോട്ട് ഇനി പോകാം. എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ ഒരു മെഡിക്കൽ കോഡിംഗ് കോഴ്സ് ചൂസ് ചെയ്തത്? പെട്ടെന്നൊരു ജോലി എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ ഷോർട്ട് ടേം കോഴ്സ് നോക്കി. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ കണ്ട് മെഡിക്കൽ കോഡിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു. അങ്ങനെ കാർഡിയനെ കുറിച്ച് കേട്ടു. അപ്പോൾ കാർഡിയ തൃശ്ശൂരുള്ളത് നോക്കി, അങ്ങനെ നോക്കിയെടുത്തു. എൻ്റെ പേര് അമൃത. ഞാൻ തിരൂർ കാർഡിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ BSc ഫിസിക്സ് ആയിരുന്നു. പിന്നെ ഡിസംബർ ആണ് ഞാൻ CPC എക്സാം ക്ലിയർ ചെയ്തത്. ഇന്നിപ്പോൾ January 15th ആയി. ഇപ്പോൾ ഇന്ന് നടന്ന ഡ്രൈവിൽ S2M ചെന്നൈയിൽ സെലക്ട് ആയിട്ടുണ്ട്. കാർഡിയ എന്ന് പറഞ്ഞാൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് 3 മന്ത് സിലബസ് കവറിങ്ങും അത് കഴിഞ്ഞിട്ട് മോക്കിനിരുന്നു. പെട്ടെന്ന് തന്നെ എക്സാം എഴുതി ക്ലിയർ ചെയ്യാനും പറ്റി. മെഡിക്കൽ കോഡിംഗ് നോക്കുകയാണെങ്കിൽ കാർഡിയോ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തന്നെയാണ് ഞാൻ പറയുള്ളൂ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച്. എൻ്റെ പേര് അനഘ. ഞാൻ കാർഡിയ ഹെൽത്ത് കെയർ കൊല്ലത്തു നിന്നാണ് പഠിച്ചത്. ഞാൻ BSc ബയോടെക്നോളജി കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് കാർഡിയയിലോട്ട് ജോയിൻ ചെയ്തതാണ്. ഒരു 3 മന്ത് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ജോബിന് വേണ്ടി കിട്ടുകയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു ജോബ് കിട്ടാൻ സാധിച്ചു, ഹെൽപ്പ് ചെയ്തു. കൊല്ലം ബ്രാഞ്ചിലാണ്, കൊല്ലം കാർഡിയയിലാണ് പഠിച്ചത്. ഞാൻ ഡിഗ്രി BSc ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഗ്രി. പിന്നെ ഇൻ്റർവ്യൂ അത്യാവശ്യം എളുപ്പമായിരുന്നു. കാരണം ഞങ്ങളുടെ ട്യൂട്ടർമാർ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു മടിപ്പും കാണിക്കാതെ ഒരുപാട് മെറ്റീരിയൽസ് അയച്ചു തരും, ഫോൺ PDF ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് റെഫർ ചെയ്ത് പഠിച്ച്. ട്യൂട്ടർമാരെ പറ്റി പറയണം, കാരണം അവർ ഒരുപാട് കഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ഒരുപാട് മെറ്റീരിയൽസും എല്ലാം അയച്ചു തരുമായിരുന്നു. ഒരുപാടുണ്ട്, അത് ഒത്തിരി മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പം പറയുകയാണെങ്കിൽ 2000-2500 ക്വസ്റ്റ്യൻസ് എങ്ങോട്ടൊക്കെ കിടപ്പുണ്ട് എൻ്റെ ഫോണിലെത്തി. അങ്ങനെ ഒരുപാട് അയച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു.